ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ അക്കാഡമിയുടെ ചാനൽ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, സർ റെയിൽവേയുടെ എക്സാംസിന്റെ ഡേറ്റുകൾ എന്നാണ് റെയിൽവേയുടെ എക്സാംസ് വിളിക്കുന്നത്? ഇതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഒരുപാട് ആളുകൾ ദിശ അക്കാഡമിയെ സ്നേഹിക്കുന്ന, ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് പേര് ചോദിക്കുന്നു, സർ റെയിൽവേയുടെ എക്സാംസ് എന്നാണ് വിളിക്കുന്നത്? ഞാനൊരു വീഡിയോ ഇതിനു മുമ്പിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ എന്നാണ് ഈ എക്സാമിന്റെ ഡേറ്റ് വരുന്നത്? പലരോടും നമ്മൾ 2024 ആദ്യം മുതൽ എക്സാമുകൾ വിളിക്കും എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കറക്റ്റായിട്ട് ഒരു ഡേറ്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരാനായിട്ട് കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നിൽക്കാതിരുന്നത്. പല ചാനലുകളും വിളിക്കുന്നു, ഇന്ന എക്സാം വിളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെയ്തപ്പോഴും ആധികാരികമായ കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് തരാൻ കഴിയുമ്പോൾ മാത്രമേ ഇനി വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് SSCയുടെ വീഡിയോസും അതുപോലെ GDയുടെ വീഡിയോസും ഒക്കെ ചെയ്തപ്പോഴും റെയിൽവേയുടെ ഒരുപാട് വീഡിയോസുമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാതിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഒക്കെ ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു വർഷത്തെ എക്സാം നടത്താനായിട്ട് പോകുന്ന ടൈം ടേബിൾ ആണ് വന്നിരിക്കുന്നത്. സാധാരണ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് മുന്നേ ഇങ്ങനെ കലണ്ടർ അനൗൺസ് ചെയ്ത് പരീക്ഷ നടത്തുന്നതെങ്കിൽ റെയിൽവേ ഒരു വർഷത്തെ എക്സാം നടത്തുന്ന കലണ്ടർ നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നിരിക്കുക. ഇത് എക്സാമുകൾ കാത്തിരിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ ആവേശമുണ്ടാക്കുന്ന, വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പറഞ്ഞു, സാർ ഇച്ചിരി വേക്കൻസി കുറവാണല്ലോ, 6000 വേക്കൻസി ഉള്ളല്ലോ എന്നൊക്കെ ഒന്ന് വിഷമിച്ചായിരുന്നു. ഇനി എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? കാരണം ഒരു വർഷം നിങ്ങൾക്ക് എഴുതാൻ 5-6 എക്സാംസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട. കൃത്യമായി ഒരേ പാറ്റേണിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിരവധി എക്സാംസ് ഫ്രണ്ടിൽ വന്നിരിക്കുക. ഏതൊക്കെയാണ്? ഇപ്പോൾ SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് CGL, CHSL, MTS, GD പോലെയുള്ള പരീക്ഷകൾ ഉള്ളപ്പോൾ തന്നെ അവർക്ക് റെയിൽവേയുടെ പരീക്ഷകൾ കൂടി എഴുതാനായിട്ട് വന്നിരിക്കുക. ഏകദേശം ഒരേ സിലബസ് പാറ്റേണിൽ. SSCയിൽ നിന്ന് റെയിൽവേയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ സയൻസിന് കുറച്ച് വെയിറ്റേജ് കൂടി ഉണ്ട് എന്ന് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് ഒരുപോലെ പിടിക്കാൻ സാധിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് എന്തിന്റെ എക്സാം എന്ന് പറയുന്നത്? റെയിൽവേയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ആദ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ALPയുടെ ആയിരുന്നു, അല്ലെ? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ആയിരുന്നു. ഇനി ALP ടെക്നീഷ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ജൂലൈ സെപ്റ്റംബറോടുകൂടി കാത്തിരുന്ന NDPC എക്സാം. ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചതാണ്, സാർ എന്താണ് NDPC എക്സാം ഉണ്ടാവുക? NDPC എക്സാം ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് വരാനായിട്ട് പോവാണ് മക്കളെ. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. പിന്നെ RRB JE എന്നാണ്, ജൂനിയർ എഞ്ചിനീയർ എന്നാണ് ചോദ്യമായിരുന്നു. ഒരുപാട് പേരുടെ ചോദ്യമായിരുന്നു. ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷയും നമുക്ക് ജൂലൈ മാസങ്ങളിലുണ്ട്. പഠിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നമ്മുടെ അക്കാഡമിയിൽ റെയിൽവേ ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒട്ടും നിരാശപ്പെടേണ്ട, നിങ്ങൾക്ക് സന്തോഷമുള്ള വാർത്തയാണ്. ദിശ അക്കാഡമിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ഫ്രണ്ടിലേക്ക് വളരെ സ്നേഹത്തോടെ നമ്മൾ ഇത് അവതരിപ്പിക്കുകയാണ്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഗ്രൂപ്പ് D പരീക്ഷകളും അതുപോലെ തന്നെ പാരാമെഡിക്കൽ പോലെയുള്ള എല്ലാ എക്സാംസും വിളിക്കുന്നുണ്ട്. കൂടാതെ ഒരു വളരെ സന്തോഷമുള്ള കാര്യം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നത്, സാധാരണ റെയിൽവേയുടെ എക്സാംസ് 3 വർഷം കൂടുമ്പോഴാണ് വിളിക്കുന്നതെങ്കിൽ ഇനി മുതൽ നമുക്ക് എല്ലാ വർഷവും റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുക. അപ്പോൾ SSC റെയിൽവേ എന്നുള്ളത് ഒരു ഹരമായിട്ട് എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം, അടുത്ത വർഷം ടൈമുകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് പോവുക. ഒട്ടും നിരാശ വേണ്ട, ആത്മവിശ്വാസക്കുറവ് വേണ്ട. നിങ്ങളെ നിരാശപ്പെടുത്താൻ പല ആളുകളും പല കമന്റുകളും പറയും. പക്ഷെ ഒട്ടും നിങ്ങൾ ഡൗൺ ആവാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 4-5 റെയിൽവേയുടെ എക്സാംസ്. ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ വരാൻ പോകുന്ന പരീക്ഷ ഏതാണ്? ALPയുടെ പരീക്ഷയാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പരീക്ഷയാണ്. അതിനോട് ചേർന്ന് ഇത് വരുന്നു, ALP ടെക്നീഷ്യന്റെ പരീക്ഷ വരുന്നു.
വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ റെയിൽവേ പരീക്ഷയ്ക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി ഒട്ടും സമയം കളയരുത്. എല്ലാ വർഷവും വിളിക്കുന്നത് കൊണ്ട് തന്നെ ഹ്യൂജ് വേക്കൻസി ആയിട്ടല്ല അവർ വിളിക്കുന്നത്. കാരണം നമുക്ക് ഒരു 1,00,000-ഓളം വേക്കൻസികൾ നമുക്ക് ഈ പരീക്ഷകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായി നല്ല ഒരു വേക്കൻസി ആളുകളെ എടുക്കും എന്ന് പ്രതീക്ഷിക്കാം. RPF ചോദിച്ചവരുണ്ട് മക്കളെ, അത് ഇങ്ങനെ റെഗുലർ ആയിട്ട് നടത്തുന്ന പരീക്ഷ ആയിരിക്കില്ല, അതിന്റെ ഒരു ബൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അതും പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും RPF-ഉം നമുക്ക് പരീക്ഷ ഉണ്ടാവും. RPF പ്രിപ്പയർ ചെയ്യുന്നവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. പഠിച്ചു തുടങ്ങിക്കോളൂ. +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ ALP ടെക്നീഷ്യൻ എഴുതി തുടങ്ങിക്കൂടെടാ. ട്രേഡ് ഉള്ളവർക്ക് ALP പഠിച്ചൂടെ? ALP അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ വന്നു എന്ന് എല്ലാവരും അറിഞ്ഞു കാണും. നമുക്ക് CBT 1 എക്സാം ഓഗസ്റ്റോട് കൂടിയൊക്കെ പ്രതീക്ഷിക്കാം. നമ്മൾ പലരും ചോദിക്കുന്നുണ്ട്, സാർ എപ്പോഴത്തേക്ക് പരീക്ഷ കാണും? നമുക്കൊരു 4-5 മാസം സമയം ഉണ്ടാവും. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. നമ്മുടെ അക്കാഡമികളിൽ ഫെബ്രുവരി 5-7 ഡേയ്സുകളിൽ, കൊട്ടാരക്കര 5ഉം 7 ഡേയ്സുകളിൽ ട്രിവാൻഡ്രം, കാലിക്കറ്റ് ഒക്കെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളെ പൊളിയാക്കി പൊളിച്ച് കൃത്യമായിട്ട് സിലബസ് കവറപ്പ് ചെയ്തേ വിടത്തുള്ളൂ. മക്കളെ, ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്തോ. ഇനി അക്കാഡമിയുടെ ക്ലാസ്സുകൾ യൂട്യൂബ് വഴി, ഇനി ഇങ്ങനെ ഒന്നും വന്ന് പഠിക്കാൻ സൗകര്യമില്ലാത്ത യൂട്യൂബ് ഫോളോ ചെയ്യും. ഞായറാഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുക, അത് നോക്കി പഠിക്കുക. ഇനി അതല്ല, ഓൺലൈനിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ALPയുടെ സെപ്പറേറ്റ് ബാച്ച് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പിലൂടെ ഉണ്ട്, പഠിക്കുക. എക്സാമിന്റെ ഡേറ്റുകളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഈ വർഷം വരാനുള്ള പരീക്ഷകളും നമ്മുടെ ഫ്രണ്ടിലെത്തി. RRB ALPയുടെ കൃത്യമായ ഒരു സിലബസ് തരാനാണ് ഞാൻ വന്നത്. RRB ALPയുടെ CBT 1ന്റെ സിലബസുകൾ ഏതൊക്കെയാ? മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്. എടാ, വളരെ വൃത്തിയായിട്ട് പഠിക്കാമെങ്കിൽ ഈ 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മാത്സ്, റീസണിങ് ഒക്കെ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവനൊക്കെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യും. നമ്മുടെ CGL, CHSL, GD ബാച്ചിലുള്ളവന്മാരെല്ലാം ട്രൈ ചെയ്തു. നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ALP ടെക്നീഷ്യൻ. ഓർക്കുക, കൃത്യമായിട്ട് മനസ്സിലായോ മക്കളെ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ 20 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, 45 ക്വസ്റ്റ്യൻസ് ഇവിടെ ആയി. ജനറൽ സയൻസിന് ഇച്ചിരി വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ എക്സാം ആണ് റെയിൽവേ. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി എന്താ? കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. പത്രമൊക്കെ വായിക്കണം മക്കളെ. ഇനി നമ്മൾ ഫോണിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. ഞാൻ ക്ലാസ്സുകളിൽ ഓഫ്ലൈനിലും ഓൺലൈനിലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും കണ്ട് നിങ്ങളുടെ സമയം കളയരുത്. യൂട്യൂബിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ കാണുക. ചുമ്മാ സിനിമയുടെ റിവ്യൂവും അതും ഇതും ഒക്കെ കണ്ട് നിങ്ങൾ സമയം കളയരുത്. കോക്കണ്ണന്റെ റിവ്യൂ ഒക്കെ കണ്ട് അതിന്റെ കമന്റുകൾ ആരൊക്കെ ഇടുന്നു ഇതൊക്കെ നോക്കി നിങ്ങൾ നമ്മുടെ സമയം കളയാതെ കൃത്യമായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് പഠിച്ച് ഈ വർഷം തന്നെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന അവസരം കളയാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ CBT 1 എക്സാം. CBT 1 എക്സാമിന് ഇത്രയും ടോപ്പിക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിലോട്ടും ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. CBT 1 ജനറൽ അവയർനെസ് പാർട്ട് മാത്രം, അതായത് നോൺ ടെക്നിക്കൽ പാർട്ടുകളാണ് വരുന്നത്. ഇതൊരു ടെക്നിക്കൽ എക്സാം ആണ് എന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. RRB ALP ടെക്നിക്കൽ പരീക്ഷയല്ലേ സർ? ഒരിക്കലും ടെക്നിക്കൽ പരീക്ഷയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു പ്യുവർലി നോൺ ടെക്നിക്കൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ SSC RRB കോച്ചിങ് പ്രിപ്പയർ ചെയ്യുന്ന ദിശ അക്കാഡമിയുടെ അത്രയും പെർഫോം ചെയ്യാൻ മറ്റാർക്കും സാധിക്കത്തില്ല. ഞാൻ ഉറപ്പ് തരിക. കാരണം നമ്മളുടെ ക്ലാസ്സുകൾ മാത്രം യൂട്യൂബിലെ കണ്ടാൽ പോലും ഈ എക്സാമിന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. കൃത്യമായിട്ട് ഈ നോൺ ടെക്നിക്കൽ പാർട്ട് കവറപ്പ് ചെയ്ത് CBT 1 എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും ദിശ അക്കാഡമിക്ക്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പറയാണ്, ഈ നോൺ ടെക്നിക്കൽ പാർട്ട് നന്നായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രമേ എന്ത് ചെയ്യാവൂ, പഠിച്ചു തുടങ്ങാവൂ. അതിനാണ് ഞാൻ കൃത്യമായ വിവരം തരുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് CBT 2. എന്താണ് CBT 2-ൽ വരുന്നത്? CBT 2-ൽ വരുന്നത് ആദ്യത്തത് മാത്സും റീസണിങ്ങും ഒക്കെ സെയിം തന്നെയാ. പിന്നെ ജനറൽ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട് B എന്ന് പറഞ്ഞ പാർട്ടിൽ നിങ്ങളുടെ റെലവെന്റ് ആയിട്ടുള്ള ട്രേഡുകളാണ് വരുന്നത്. ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തോട്ട് നോക്ക് മക്കളെ. എന്താ മാത്സ് എന്ന് പറയുമ്പോൾ, അതായത് CBT 1 വരുന്ന മാത്സിനകത്ത് എന്തൊക്കെയാ മക്കളെ വരുന്നത്? സാധാ നമ്മുടെ SSC പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ അതിനകത്ത് 100 കണക്കിന് ക്ലാസ്സുകളുണ്ട്. ഏതൊക്കെയാ? നിങ്ങൾ ടോപ്പിക് നോക്കുക. അരിത്തമെറ്റിക്, ട്രിഗണോമെട്രി, നമ്പർ സീരീസ്, പ്രോബബിലിറ്റി, ആൾജിബ്ര, റേഷ്യോസ്, ടൈം ആൻഡ് സ്പീഡ്, നമ്പർ സിസ്റ്റം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർസെന്റേജ്, ആവറേജ് പോലെയുള്ള ജോമെട്രി പോലെയുള്ള സിംപ്ലിഫിക്കേഷൻ പോലെയുള്ള ടോപ്പിക്കാണ് മാത്സിൽ നിന്ന് കിട്ടുന്നത്. കിഡിലമാക്കി തരും, കിഡിലമായിട്ട് പറഞ്ഞു തരും, യാതൊരു തർക്കമില്ല. ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ തന്നെ കിടപ്പുണ്ട്.
അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് CBT 1 വന്നിരിക്കുന്നത്. ഇനി അടുത്ത എന്തുവാ? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. എന്തൊക്കെയുണ്ട്? ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിങ്, പ്രോബ്ലം സോൾവിംഗ്, ബ്ലഡ് റിലേഷൻ, വെൻ ഡയഗ്രാം, ആൽഫബറ്റ് സീരീസ്, നോൺ വെർബൽ ആയിട്ടുള്ള, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ളത്, ഡയറക്ഷൻ, മിസ്സിംഗ് നമ്പർ സീരീസ്, റാങ്കിങ്, ഓർഡറിംഗ് പോലെയുള്ള ടോപ്പിക്കുകൾ. മക്കളെ ഉറപ്പായിട്ടും നേടിയെടുത്തൂടെ? ഉറപ്പായിട്ടും ഫുൾ മാർക്ക് മേടിച്ചൂടെ? 45 ക്വസ്റ്റ്യൻസ് മാത്സ്, റീസണിങ് ഉറപ്പ്, 100% ഉറപ്പ്. നമ്മൾ SSC CGL ലെവലിലൊന്നും പ്രിപ്പയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത്രയും കട്ടിയൊന്നും ഇല്ലടാ ഈ എക്സാമിന്. നിസാരമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. സംഭവം ഓക്കെയാണോ? ഇനി ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത്? പറഞ്ഞേ. ബയോളജി വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, എൻവയോൺമെന്റിൽ വരുന്നത്. സയൻസിന് കുറച്ച് വെയിറ്റേജ് ഉള്ള ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായി പഠിക്കണം. അതിന്റെ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പഠിക്കണം. ഇതാണ് CBT 1 വരുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ. പിന്നെ ജനറൽ അവയർനെസ്സിനകത്ത് വരുന്ന ഏതാ? പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അവാർഡുകൾ പഠിക്കണം, ആർട്ട് കൾച്ചർ പഠിക്കണം, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. 10 ക്വസ്റ്റ്യൻസ് നിസാരമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് CBT 1 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെങ്കിലും ഒരു ടെക്നിക്കൽ സബ്ജക്ട് പറഞ്ഞോ? ചില ആളുകൾ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാം ആണെന്ന് പറഞ്ഞ് ടെക്നിക്കലിന്റെ പുറകെ പോകുന്നുണ്ട്. എടാ, ഇതിനകത്ത് ടെക്നിക്കൽ ഒന്നുമില്ല. നിസാരമായി കവറപ്പ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. ഈ നോൺ ടെക്നിക്കൽ പാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കവറപ്പ് ചെയ്യുക. ഇനി ഞാൻ CBT 2 വാ. എന്താണ് CBT 2? സാർ CBT 2 ആദ്യത്തെ പാർട്ട് സിമിലർ ടു CBT 1. CBT 1 പഠിച്ചത് തന്നെയാണ് പാർട്ട് A വരുന്ന ആദ്യത്തെ പാർട്ട്. പിന്നെന്താണ്? ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ ടോപ്പിക് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ഗ്രാഫിക്സ്, മെക്കാനിക്സ് അറിയാവുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് അക്കാഡമി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. ഒരുപാടുമില്ല. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പഠിപ്പിച്ചു തരും. അപ്പൊ ഇത് അക്കാഡമി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ഇത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഏതെന്ന് പറയുന്നത്? ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ CBT 2 പാർട്ട് A. പാർട്ട് Aയുടെ മാർക്കാണ് നമ്മളെ എക്സാമിന് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്ന മെയിൻ സാധനം. അപ്പോ ചില ആൾക്കാർ ചോദിക്കും, സാർ പാർട്ട് B എന്ന് പറയുന്ന ഒരു റെലവന്റ് സബ്ജക്ട് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടല്ലോ. എടാ, അതൊരു ക്വാളിഫയിങ് സബ്ജക്ട് മാത്രമാണ്, ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. ഇവിടാണ് നമ്മുടെ മെയിൻ മാർക്ക് ഡിസൈഡിങ് സാധനം കിടക്കുന്നത്. അതിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ CBT 1 പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് കൊടുക്കും. ഇതിന്റെയൊക്കെ ഏറ്റവും കിടിലം ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് തന്നെ കവറപ്പ് ചെയ്ത ഫാക്കൽറ്റീസ്. ഇപ്പൊ അനിൽ സാറൊക്കെ തൃശ്ശൂർ GEC തന്നെ MTech വരെ കഴിഞ്ഞ ആളുകളാണ്. അവരെ പോലുള്ള ആളുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരും? മെക്കാനിക്സ്, ഗ്രാഫിക്സ് പോലെയുള്ള ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കവറപ്പ് ചെയ്ത് തരും. പിന്നെ ഉള്ളത് CBT 2. അപ്പൊ അതിനകത്ത് എന്തോ സാർ ഇത്രത്തോളം പഠിക്കാൻ? ഒന്നുമില്ല. ഇലക്ട്രിക്കൽ എടുത്തവന് ഇലക്ട്രിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ, ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ കേബിൾസ്, ഇലക്ട്രിക്കൽ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, സ്വിച്ചസ്, പ്ലഗ്, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇലക്ട്രിക്കൽ നിന്ന് വരുന്നത്. ഇത് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടോ? ഇത് ക്വാളിഫയിങ് ഒരു എക്സാം ആയി നടത്തുന്നതാണ്. ഇത് എല്ലാവരും ക്വാളിഫൈ ചെയ്യും. ഇത് അത്രയും അറിയാത്തവരാരും ഇല്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എന്തുവാണ് ഇലക്ട്രോണിക്സ്? ട്രാൻസിസ്റ്റേഴ്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നെറ്റ്വർക്കിംഗ്, ഇലക്ട്രോണിക് ട്യൂബുകൾ, കമ്പ്യൂട്ടർ, ഇതൊക്കെ മാറ്റർ, ഇതൊക്കെ ജസ്റ്റ് സാധനങ്ങൾ. ഇതിന്റെ ബേസിക് അറിയാവുന്ന ഫാക്കൽറ്റീസിനെ ദിശ അക്കാഡമി ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് കൊടുക്കും. ഇതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന പാർട്ട് മാത്രം. അപ്പൊ ഈ ഒരു സാധനം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ടെക്നിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വാളിഫയിങ് സാധനം. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ആരും വിചാരിക്കരുത് RRB ALP എന്ന് പറയുന്നത് സാർ ഒരു ടെക്നിക്കൽ പരീക്ഷയാണോ? ടെക്നിക്കൽ പരീക്ഷ. RRB JEE ടെക്നിക്കൽ പരീക്ഷയാണ്. കാരണം അതിന് ടയർ 1 പ്യുവർലി നോൺ ടെക്നിക്കൽ ആണ്. ടയർ 2 ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷേ ALP ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട, നിസാരമായിട്ട് പഠിക്കുക. എടാ, ഈ RRB ALP ടെക്നീഷ്യൻ പഠിച്ചാൽ അതിന്റെ സ്ട്രോങ്സ്റ്റ് ആയിട്ട് തന്നെ അങ്ങ് പഠിക്കുക. അത് നിങ്ങൾക്ക് NTPCക്ക് പ്രയോജനപ്പെടും, ഗ്രൂപ്പ് Dക്ക് പ്രയോജനപ്പെടും, ALP ടെക്നീഷ്യന് പ്രയോജനപ്പെടും, ALP എക്സാംസ് എഴുതുന്നവർക്ക് അതിന് പ്രയോജനപ്പെടും. നിങ്ങൾ RRB JEE എഴുതും. അപ്പോൾ ഒരു ബിടെക്കുകാരനോ ഡിപ്ലോമക്കാരനോ ആണെങ്കിൽ അവന് റെയിൽവേയുടെ എല്ലാ പരീക്ഷയും എഴുതാം. ഡിഗ്രിക്കാരനാണെങ്കിൽ അവൻ NTPC, ഗ്രൂപ്പ് D, ALP ടെക്നീഷ്യൻ പോലെയുള്ള പരീക്ഷകളെല്ലാം എഴുതാം. +2 കാരന് വരെ എഴുതാം. ഗ്രൂപ്പ് Dയും അതുപോലെ തന്നെ NTPCയിലെ ചില പരീക്ഷകളും അതുപോലെ ALP ടെക്നീഷ്യനും. അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം
ഈ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി ഒട്ടും താമസിപ്പിക്കാതെ പഠിച്ചു തുടങ്ങാനാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ടൈം വേസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഓട്ടോമൊബൈലുകാരനെ നോക്കൂ, ബേസിക് ആയിട്ടുള്ള മെഷീൻ കാര്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ, ഞങ്ങൾ ഇതൊന്നും ഒരു ടെക്നിക്കലായിട്ടൊന്നും കാണുന്നില്ല. വളരെ നിസ്സാരമായ സബ്ജക്റ്റുകൾ മാത്രമാണ് ഇത്. നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോലും കാണണ്ട. നിങ്ങൾ പാർട്ട് BA മെക്കാനിക്കലുകാർക്ക് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ടോപ്പിക്കുകളൊന്നും നോക്കി മെക്കാനിക്കൽ കഴിഞ്ഞ് ഏതൊരുത്തനും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പൊ കുറെ പേര് സാർ ഇതിന്റെ പാർട്ട് ബിയിൽ നിന്ന് എന്താണ് വരുന്നതെന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ കാര്യങ്ങൾ കാണിച്ചു തന്നത്. ഇനി നിങ്ങൾ മടിച്ചു നിൽക്കുവോ? മടിച്ചു നിൽക്കാൻ പാടില്ല. ഒരു തുള്ളി പോലും നിങ്ങൾ മടിച്ചു നിൽക്കാൻ പാടില്ല. കൃത്യമായി ഒരേ എനർജിയിൽ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് 5ഓളം റെയിൽവേ എക്സാംസ് ആണ് എന്ന ബോധ്യത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. ഒരു നിമിഷം പോലും കളയരുത്. ദിശ അക്കാഡമി എല്ലാ എനർജിയും തന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ് അക്കാഡമികൾ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനി കൊല്ലത്ത് കൂടി അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. ആ ഒരു സസ്പെൻസ് കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ്, കൊല്ലം പോലെയുള്ള അക്കാഡമികളിൽ പഠിക്കാനുള്ള കൃത്യമായ അവസരമുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും തന്ന് നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മുടെ പാസ്റ്റ് വീഡിയോസ്, കഴിഞ്ഞ NTPC ഗ്രൂപ്പ് D നടത്തിയ പരീക്ഷകളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദിശ ഓൺലൈൻ എന്ന ആപ്ലിക്കേഷനിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും നിങ്ങൾക്ക് പഠിക്കാം. ദിശ അക്കാഡമിയുടെ സഹായത്തോടു കൂടി പഠിക്കാം. ദിശ ഓൺലൈൻ എന്ന ആപ്ലിക്കേഷനോടി RRB ALPയുടെ പുതിയ ബാച്ച് ഫെബ്രുവരി 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടെ വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ഒക്കെ ഈ വിവരം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്നാണ് പരീക്ഷകൾ വരുന്നത്. ആരെങ്കിലും മടിച്ച് നിൽപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും ഡൗൺ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ മക്കളെ, ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അക്കാഡമിക്കൊപ്പം ഒരു വർഷം ഒന്ന് സഞ്ചരിച്ച് നോക്ക്. ബാക്കി യൂട്യൂബിൽ ആവശ്യമില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾ കണ്ട് സമയം കളയാതെ, തീർത്തും ഞാൻ പറയുക, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ട് സമയം കളയാതെ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയും, എടാ ഇപ്പൊ ലൈനൊക്കെ ഉള്ളവന്മാരാണെങ്കിൽ ഒരു മാസം നിങ്ങൾ അല്ലെങ്കിൽ 2-3 മാസം ഈ ലൈൻ്റെ ഒന്നും പുറകെ പോകാതെ നിങ്ങൾ എന്നാ ചെയ്യും, കുത്തിയിരുന്ന് പഠിക്കുക, ഫോണിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ചിലവന്മാർ പറയും, സാറേ 3 മാസമൊക്കെ ഒരു ലൈൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മുടെ ഒരു പാർട്ട്ണറെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാർ നമ്മുടെ ലൈൻ നശിപ്പിക്കുന്ന കാര്യമാണോ പറയുന്നതെന്നൊക്കെ ക്ലാസ്സിൽ പിള്ളേർ വെറുതെ പറയും. അപ്പം ഞാൻ എപ്പോഴും പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും പഠിക്കേണ്ട സമയം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയം, ഈ സമയം നിങ്ങൾ ബാക്കി ഫോണിനൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്ത്, ഫോൺ വിളികളൊക്കെ ഒന്ന് കുറച്ച്, രാത്രിയിലൊക്കെ കുറച്ച് കൂടെ സമയം ഇരുന്ന് പഠിക്കാതെ. ചിലരൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ 12 മണി വരെ ഇരുന്ന് പലരെയും ഉറക്കിയിട്ടൊക്കെ ചിലർ കിടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് തരുന്ന ക്ലാസ്സുകളൊക്കെ നോക്കി നിങ്ങൾ പഠിക്കും, എനർജറ്റിക്കായി വർക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ദിശ അക്കാഡമിയുടെ ലൈവ് ക്ലാസ്സുകൾ, യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.